ജയിൽ മോചിതനായ ശേഷം അരവിന്ദ് കെജ്രിവാൾ ആദ്യമായി ജനങ്ങൾക്ക് മുന്നിൽ. വർദ്ധിച്ച ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കുമെതിരെ കെജ്രിവാൾ ആഞ്ഞടിച്ചു. അടുത്ത വർഷം നരേന്ദ്രമോദിക്ക് 75 വയസ്സാകും. ബി.ജെ.പി വീണ്ടും ജയിച്ചാൽ മോദി സ്ഥാനമൊഴിയുമോ, അമിത്ഷാ പ്രധാനമന്ത്രിയാക്കുമോ? ചർച്ചയ്ക്ക് വഴിമരുന്നിട്ട് കെജ്രിവാൾ. സുബീഷ്, എനിക്ക് തോന്നുന്നത് ബി.ജെ.പി അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയമായ ബ്ലണ്ടർ ആയിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലടച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കെജ്രിവാൾ പൊതുവേ തന്നെ തനിക്കെതിരായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പോലും ഗംഭീരമായി വിനിയോഗിക്കുന്ന, നെഗറ്റീവ്സിനെ പോലും ഗംഭീരമായി പോസിറ്റീവ് ആക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇവന്റ് മേക്കറാണ് അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ ഒരാളെയാണ് പിടിച്ച് ജയിലിലടച്ചത്. അതുകൊണ്ട് ബി.ജെ.പി ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴിതാ ബി.ജെ.പിയെ കടന്നാക്രമിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റോടെയാണ് അരവിന്ദ് കെജ്രിവാൾ വെളിയിലിറങ്ങി ജനങ്ങളോട് സംസാരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ലക്ഷ്മി, എനിക്ക് അക്കാര്യത്തിൽ തുടക്കത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ 50 ദിവസങ്ങൾക്ക് മുമ്പ് ജയിലിലേക്ക് പോയ കെജ്രിവാൾ അല്ല ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. കുറേ കൂടി ശക്തനാണ് അരവിന്ദ് കെജ്രിവാൾ. മാത്രമല്ല, ഇന്നിപ്പോൾ ഞാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗം ലൈവായിട്ട് തന്നെ പൂർണ്ണമായും കേൾക്കുകയായിരുന്നു. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അതിൽ പറയുന്നത് 3 ഘട്ടങ്ങളായിട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇന്നത്തെ പ്രസംഗത്തെ ഞാൻ വിഭജിക്കുകയാണ്. അതിൽ ആദ്യ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് സംസാരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടോ മാത്രമല്ല. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് സംസാരിച്ചത് ഇന്ത്യ മുന്നണിക്കാകെയും വേണ്ടിയിട്ടാണ്. താനിതാ പ്രതിപക്ഷ നേതൃനിരയുടെ ഒരു പ്രതിനിധിയാണ്, അല്ലെങ്കിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വക്താവാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ഡൽഹിയിലെ ജനങ്ങളെ അരവിന്ദ് കെജ്രിവാൾ അഡ്രസ്സ് ചെയ്തത്. നോക്കൂ, കെജ്രിവാൾ ഇന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ബി.ജെ.പി ഈസ് ട്രൈയിങ് ടു ഡിസ്ട്രോയ് എ.പി എന്നാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കെജ്രിവാൾ ഇന്ന് പ്രസംഗം ആരംഭിക്കുന്നത്. തൊട്ടടുത്ത ഘട്ടത്തിൽ കെജ്രിവാൾ പറയുന്നത്, ഇനി വീണ്ടും ബി.ജെ.പി അധികാരത്തിൽ വന്നാൽ, നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ, ഇതാ പിണറായി വിജയൻ, മമതാ ബാനർജി, സ്റ്റാലിൻ, എന്തിനേറെ തേജസ്വി യാദവിനെ പോലും പിടിച്ച് ജയിലിനകത്തോടും എന്നുള്ളതാണ് കെജ്രിവാൾ പറയുന്നത്. അപ്പോൾ തനിക്കൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ മോദിയെ എതിർക്കുന്ന, അല്ലെങ്കിൽ മോദി വിരുദ്ധ സേനയ്ക്ക് വേണ്ടി താൻ സംസാരിക്കുന്നു എന്ന പ്രതീതിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ബി.ജെ.പിക്ക് അകത്തൊരു ഇൻഫൈറ്റ് നടക്കുന്നുണ്ട്, നമുക്കറിയാലോ, പ്രത്യേകിച്ച് യു.പിയിൽ. അപ്പോൾ ഈ ഇൻഫൈറ്റ് മുതലെടുത്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പ്രസംഗത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അറ്റാക്ക് ചെയ്യുന്നത്. അവിടെ കെജ്രിവാൾ പ്രധാനമായിട്ടും പറയുന്നത് നരേന്ദ്രമോദിക്ക് അടുത്ത വർഷം 75 വയസ്സാവാൻ പോവുകയാണ്. ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ വന്നാൽ മോദി സ്ഥാനമൊഴിയുമോ, പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാകുമോ? അങ്ങനെയാണെങ്കിൽ അമിത്ഷായ്ക്ക് വേണ്ടിയിട്ടാണോ നരേന്ദ്രമോദിയുടെ വോട്ട് പിടുത്തം എന്നുള്ളത് വെറുതെ ഒന്ന് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ മറുപടി വന്നല്ലോ, അമിത്ഷായുടെ മറുപടി വന്നു, മോദി സ്ഥാനമൊഴിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇല്ലാത്ത ഒരു ഡിബേറ്റിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കലാണ്. മാത്രമല്ല, യോഗിയെക്കുറിച്ച് പറയുന്നുണ്ട്, മോദി എങ്ങാനും വീണ്ടും പ്രധാനമന്ത്രി കഴിഞ്ഞാൽ നോക്കിക്കോ, 2 മാസത്തിനകം യോഗി ആദിത്യനാഥിൻ്റെ രാഷ്ട്രീയ ജീവിതം മോദി അവസാനിപ്പിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണോ ബി.ജെ.പിക്ക് അകത്ത് ഇൻഫൈറ്റ്, അത് മുതലെടുത്തുകൊണ്ട് അടിക്കുകയാണ്. മൂന്നാം ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആണ് ഡൽഹിയിൽ ഒതുങ്ങില്ല ഇനി തൻ്റെ പ്രവർത്തനം എന്നങ്ങ് തുറന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഇന്ത്യ മുന്നണിയുടെ നേതാവായി, രാഹുലിനൊപ്പം എത്തുന്ന ഒരാളായി അരവിന്ദ് കെജ്രിവാൾ വളരുന്നു എന്നുള്ളത്. ഞാൻ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് മുഴുവൻ ജനങ്ങളുമായി സംവദിക്കാൻ പോവുകയാണ്. നോക്കൂ, ഒരു ഏകാധിപതിയെയും അധികകാലം സഹിച്ച ഒരു ചരിത്രം രാജ്യത്തിനില്ല. ഏത് ഏകാധിപതിയെയും പുറത്താക്കിയ ചരിത്രമാണ് ഉള്ളത്. ഈ ഏകാധിപതിക്കെതിരെ ഞാനിതാ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ്. ഈ പോരാട്ടത്തിൽ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും പിന്തുണ എനിക്ക് ഉണ്ടാകണം. രക്തം ചിന്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാൾ പ്രസംഗം. വൈകാരികമാണ്, ആവേശഭരിതമാണ്. അത് കെജ്രിവാളിനെ ജയിലിൽ അടച്ചപ്പോൾ തന്നെ കെജ്രിവാളിന്റെ കരിയർ അറിയാവുന്ന, കെജ്രിവാളിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവരും അന്നേ പറഞ്ഞതാണ്, ഇനി ഇത് കെജ്രിവാൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകില്ല. കെജ്രിവാളിനെ പുറത്തിറക്കരുത് എന്ന് ബി.ജെ.പി ശഠിച്ചതിന് പിന്നിലും ഇത് തന്നെയാണ്. കെജ്രിവാളിനെ പുറത്തിറങ്ങുവാനുള്ള ഒരു സാധ്യത കണ്ടപ്പോൾ തന്നെ ഇ.ഡി കൊണ്ടുപോയി തടസ്സ ഹർജി നൽകിയത്
നടത്തിയതൊക്കെ എന്തിനായിരുന്നു? ഈ ഒരു ഭയം ഉണ്ടായിരുന്നു. എന്തായിരിക്കും കെജ്രിവാൾ പുറത്തിറങ്ങി പറയാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്ക BJPക്ക് തന്നെയായിരുന്നു. അവർ ആശങ്കപ്പെട്ടത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ BJP ആണ് ഒരു കാര്യം സെറ്റ് ചെയ്യും, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, എപ്പോഴും ഇലക്ഷനിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് BJP ആണ്. പക്ഷേ ഇവിടെ അത് തിരിച്ച് കെജ്രിവാൾ അവരോട് ചെയ്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് BJP ഇപ്പോൾ സംവരണത്തിനെതിരെ സംസാരിക്കും, കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിനെതിരെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനാണ് രാഹുൽ ഗാന്ധി ജയിക്കുന്നതിൽ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനാണെന്ന് പറയുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അതിൽ പോയി കോൺഗ്രസും മറ്റു പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനൊക്കെ മറുപടി പറഞ്ഞ് സമയം കളയുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴിതാ അരവിന്ദ് കെജ്രിവാൾ വന്ന് നേരെ BJPക്കെതിരെ ഒരു ആക്രമണമാണ്. അവരുടെ ഉള്ളിലെ കെട്ടുറപ്പില്ലായ്മയെ കുറിച്ച്, അവരുടെ നേതാക്കളുടെ ആശങ്കകളെ കുറിച്ച് ഒക്കെ ആദ്യം കെജ്രിവാൾ പറയുന്നു. ഇപ്പോൾ BJP ഇതാ കെജ്രിവാൾ പറയുന്നതിന് മറുപടി പറയേണ്ടുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു. ഒരു വല്ലാത്തൊരു ട്വിസ്റ്റ് സംഭവിക്കുക. അതെ, ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനാണ് കെജ്രിവാൾ എന്ന് ഇതിനോടകം ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. നേരത്തെ സുബീഷ് പറയുന്ന കേട്ടു രാഹുലിനൊപ്പം വളർന്നു എന്ന്. അത് രാഹുലിനേക്കാൾ വളർന്ന നേതാവാണ് കെജ്രിവാൾ എന്ന് വളരെ നേരത്തെ തന്നെ പ്രൂവ് ചെയ്ത ആളാണ് അദ്ദേഹം. ഉറപ്പായും കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഇന്ത്യ മുന്നണിയിൽ വലിയ കെട്ടുറപ്പുണ്ടാവുകയാണ് ചെയ്തത്. അതുവരെ അവർക്ക് നടത്താൻ കഴിയാതിരുന്ന റാലി, അത് കെജ്രിവാളിന്റെ അറസ്റ്റോടുകൂടി ആ കെട്ടുറപ്പോടെ 2 റാലികളാണ് നടന്നത്. അതിനുശേഷം ഇതാ പുറത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാ നേതാക്കളെയും ഒരുമിപ്പിക്കുന്ന ഒരു വികാരം പങ്കുവയ്ക്കുന്നതിനായി അദ്ദേഹത്തിന് കഴിയുന്നു. ഇന്ത്യ മുന്നണിയുടെ ഒരു കുന്തമുനയായി അരവിന്ദ് കെജ്രിവാൾ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലക്ഷ്മി, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ 2024 ഏപ്രിൽ 26, അതായത് 1ാം ഘട്ടം വോട്ടെടുപ്പ് നടന്ന ദിവസം, അന്നത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമേ അല്ല ഇന്ന് രാജ്യത്തുള്ളത്. ഇപ്പോൾ ഏപ്രിൽ 26 മുമ്പ് കേരളത്തിൽ അനേകം തവണ നരേന്ദ്രമോദി വന്നു. തമിഴ്നാട്ടിൽ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി നരേന്ദ്രമോദി വന്നു. കേരളത്തിൽ വന്നിട്ട് മോദി സംസാരിച്ചത് കരുവന്നൂരിനെ കുറിച്ച്. കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ട എല്ലാവർക്കും കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകാനുള്ള സംവിധാനം ഒരുക്കുമെന്ന്. കരുവന്നൂർ നമുക്കറിയാം ഒരു പ്രാദേശിക വിഷയമാണ്. കരുവന്നൂർ എന്തിനാണ് നരേന്ദ്രമോദി വിഷയമാക്കുന്നത് എന്നും നമുക്കറിയാം. അവിടെ BJPയുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് സംസാരിക്കുന്ന പോലെയാണ് നരേന്ദ്രമോദി കരുവന്നൂർ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ വന്നപ്പോഴൊക്കെ സംസാരിച്ചത്. തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിൽ ഇപ്പോൾ ലക്ഷ്മിക്ക് അറിയാമല്ലോ, ഈ കാര്യവട്ടം ക്യാമ്പസിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്തൊരു ദ്വീപാണ് കച്ചത്തീവ് ദ്വീപ്. തമിഴ്നാട്ടിൽ പോയി കച്ചത്തീവ് ദ്വീപ് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തമിഴ്നാട്ടുകാർ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2ാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞു, 3ാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞു. കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടെടുപ്പ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ കരുവന്നൂരിനെ കുറിച്ചോ അല്ലെങ്കിൽ കച്ചത്തീവിനെ കുറിച്ചോ നരേന്ദ്രമോദി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരക്ഷരം മിണ്ടുന്നില്ല. അന്നത്തെ അവസ്ഥ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് എന്തായിരുന്നു? നിർജീവമായിരുന്നു. വലിയ പ്രതീക്ഷയൊന്നുമില്ല. 3ാം വട്ടവും തുടർച്ചയായി നരേന്ദ്രമോദി അനായാസം അധികാരത്തിൽ എത്തും എന്നുള്ളൊരു പ്രതീതിയായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. അത് ഇടപെട്ട് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ എന്തായാലും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുണ്ട്. ദക്ഷിണേന്ത്യയിലേ ഉള്ളൂ. അതെ. അപ്പൊ രാജ്യത്തെ മൊത്തം ഒരു ട്രെൻഡ് വെക്കുമ്പോൾ അന്നത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഇന്നുള്ളത്. അതിന് കാരണക്കാരൻ, ഈ ഒരു മാറ്റത്തിന്റെ ഏക ഉത്തരവാദി നരേന്ദ്രമോദിയാണ്. ഇപ്പൊ തുടക്കത്തിൽ തന്നെ 400 സീറ്റ് എന്നൊരു ഹൈപ്പ്, ഇപ്പോൾ 250 കിട്ടിയാലായി എന്ന ഒരു ചിന്തയിലേക്ക് BJP ക്യാമ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം, പിന്നീട് ഈ വർഗീയമായ പ്രസ്താവനകൾ, ഇതിൻ്റെയൊക്കെ ഈ ഒരു ട്രെൻഡ് മാറിയതിൻ്റെ ഏക ഉത്തരവാദി, ഇപ്പോൾ 400 സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ 250 എത്തി നിന്നാലും ഇല്ലെങ്കിലും, കേവല ഭൂരിപക്ഷം കിട്ടിയാലും ഇല്ലെങ്കിലും, എന്താണോ BJPയുടെ വിധി, അതിൻ്റെ ഏക കാരണക്കാരൻ, ഏക ഉത്തരവാദി നരേന്ദ്രമോദി മാത്രമാണ്. അതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ ഈ മലയാള സിനിമയിൽ ജനപ്രിയ നടൻ ദിലീപിൻ്റെ കുറേ സിനിമകൾ ഇങ്ങനെ 8 നിലയിൽ തുടരെ പൊട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയ ഒരു മറുപടി, സിനിമ മാറി, മലയാള സിനിമ വല്ലാതെ മാറി, പക്ഷെ ദിലീപ് മാറിയില്ല എന്നുള്ളതാണ്. ദിലീപ് ഇപ്പോഴും പഴയ ഫോർമാറ്റിൽ കിടക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് നരേന്ദ്രമോദി ഇപ്പോഴും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ആ നിലയൊക്കെ മറന്ന് ഇപ്പോഴും മുസ്ലിങ്ങളുടെ കണക്കെടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പ് കാലത്തും ഞാൻ പറയുന്നത് 2014 ഇന്ത്യയല്ല ഇപ്പോൾ, 2019 ഇന്ത്യയല്ല ഇപ്പോൾ, 2024 ഇന്ത്യ മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്
പറയുന്ന ഡെവലപ്മെന്റ് അർത്ഥത്തിലല്ല, ഇന്ത്യയിലെ ആളുകളുടെ മനസ്സ് മാറിയിട്ടുണ്ട്, പുതിയ ജനറേഷനാണ്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങളുടെ കെട്ടുതാലി പോലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നഷ്ടപ്പെടും, അതല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ആളുകളെ എടുക്കുന്നത് ടീം സെലക്ഷൻ മതം നോക്കിയാണെന്നൊക്കെ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. പുതിയ കാല ഇന്ത്യയാണ്, പുതിയ കാല ജനറേഷനാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഞാനൊരു കാര്യം വികസന നായകൻ എന്നുള്ള പരിവേഷത്തിൽ നിന്ന് മാറി ഒരു തീവ്ര ഹിന്ദു നേതാവ് എന്നുള്ള പരിവേഷത്തിൽ നിന്നാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആത്മവിശ്വാസക്കുറവ് തന്നെയാണ്. കുറവ് കൊണ്ട് തന്നെയാണ്. പുതിയ കാലവുമായിട്ട് പൊരുത്തപ്പെടാൻ, അതെ, പുതിയ കാലവുമായിട്ട് പൊരുത്തപ്പെടാൻ നരേന്ദ്രമോദി ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഒരു പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ലക്ഷ്മിക്ക് അറിയാമല്ലോ, ജോൺസൺ മാഷ്ടി, രവീന്ദ്രൻ മാഷ്ടിയൊക്കെ പാട്ടുകളുടെ ഒരു കട്ട ആരാധകനാണ്. പഴയകാല ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ പാട്ടുകൾ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചന്ദനമണിവാതിൽ പാതിജാരി എന്നുള്ള പാട്ട് 100 വട്ടം കേട്ടാലും എനിക്ക് ബോറടിക്കില്ല. പക്ഷെ അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നേ. അത് വെച്ചുകൊണ്ട് പുതിയ കാലത്തെ സിനിമകൾ വളരെ മോശമാണ്, പുതിയ കാലത്തെ പാട്ടുകൾ വളരെ മോശമാണ് എന്നൊക്കെ ഏകപക്ഷീയമായ ഒരു ജഡ്ജ്മെന്റിലേക്ക് ഞാൻ ഒരിക്കലും പോകരുത്. ഇപ്പൊ 2 ആഴ്ച മുമ്പ് ആവേശം എന്ന സിനിമ ഞാൻ കണ്ടു. സിനിമ എന്ന നിലയിൽ എനിക്ക് അതിനോട് വ്യക്തിപരമായി വിയോജിപ്പുണ്ട്, എനിക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതൊരു ടോട്ടൽ കംപ്ലീറ്റ് ഫഹദ് ഫാസിൽ ഷോ ആണ്. ആ നിലയ്ക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടു, ഗംഭീരമാണ്. അപ്പോൾ അതിലൊരു പാട്ട്, ആ പാട്ടിലെ വരി കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്നൊക്കെയാണ് പാട്ടിലെ വരി. ഇല്ലുമിനാട്ടി. അപ്പോൾ അതിൽ ഈ TP ശാസ്തമംഗലം ലൈനിൽ നമ്മൾ പറയുകയാണെങ്കിൽ കല്ലെടുത്തെറിയാൻ തോന്നും. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം പുതിയ കാലത്തെ ഒരു സിനിമയാണ്, പുതിയ കാലത്തെ പാട്ടാണ്. ആ സിനിമ ആവശ്യപ്പെടുന്ന ഗാനമാണ്, ഗാനരംഗമാണ്. ആ പാട്ടാണ് ആ സിനിമ ആവശ്യപ്പെടുന്നത്. ആ പാട്ടിന് വേണ്ട വരിയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം അതിനെ കാണാൻ. മാറിയ കാലത്തോട് മുഖം തിരിഞ്ഞിരുന്നാൽ നമ്മളെ കുപ്പത്തൊട്ടിയിലേക്ക് എറിയും മാറിയ കാലം എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. നരേന്ദ്രമോദി മാറിയ കാലത്തോട് ഒരിക്കൽ പോലും പൊരുത്തപ്പെടാതെ 2024 ഇലക്ഷൻ സ്ട്രാറ്റജി, ഇപ്പം 2014-ലും 2019-ലും BJP ആണ് അത് ഡിസൈൻ ചെയ്തത്. പക്ഷേ 2024 വരുമ്പോൾ നരേന്ദ്രമോദി മാത്രമാണ് അത് ഡിസൈൻ ചെയ്തതും ഡിസൈഡ് ചെയ്തതും. അപ്പോൾ ഇതിൻ്റെ ഏക ഉത്തരവാദി നരേന്ദ്രമോദിയാണ്. ഏറ്റവും ഒടുവിൽ ഈ ഹേമന്ത് സോറൻ്റെ അറസ്റ്റും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ലക്ഷ്മി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബൂമറാങ് പോലെ തിരിച്ചടിച്ചു. ചരിത്രപരമായ മണ്ടത്തരമാണ്. അതിൻ്റെയും ഉത്തരവാദി നരേന്ദ്രമോദിയാണ്. അതിൻ്റെ ഇമ്പാക്റ്റാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നോക്കൂ, ഇനിയിപ്പോൾ കെജ്രിവാൾ ഒറ്റയ്ക്കല്ല, രാഹുലും അരവിന്ദ് കെജ്രിവാളും ഒരു ഡബിൾ, എന്താ പറയാ, ഇവരുടെ ഒരു ഭാഷയുണ്ട്, ഒരു ഡബിൾ എഞ്ചിൻ നേതൃത്വം പ്രതിപക്ഷത്തിന് അതുക്കും മീതെ അപ്പുറത്ത് അഖിലേഷ് യാദവ് ഉണ്ട്, തേജസ്വി യാദവ് ഉണ്ട്, ഇങ്ങനെ ഒരു ബറ്റാലിയൻ, മമതാ ബാനർജി ഉണ്ട്. അപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഒരു ബറ്റാലിയന്റെ ശരവേഗത്തിലുള്ള ഒരു പ്രയാണമാണ് ഇനി കാണാൻ പോകുന്നത്. ഇത് നൽകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. എന്ന് മാത്രമല്ല, ഈ ആപ്പിനെ അങ്ങ് നശിപ്പിച്ച് കളയാൻ കെജ്രിവാളിനെ ജയിലിൽ ഇട്ടിട്ട്, കാരണം ആപ്പിനെ ഭയപ്പെടുന്നുണ്ട്. കെജ്രിവാളിന്റെ ഈ കൂർമ്മ ബുദ്ധിയെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ ഇവന്റ് മേക്കറാണ്, കൂർമ്മ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനാണ്. ആ മോദി ശരിക്കും ഭയപ്പെടുന്നുണ്ട് കെജ്രിവാളിനെ എന്നുള്ളത് മനസ്സിലായത് കെജ്രിവാളിനെ അകത്തിട്ടപ്പോഴാണ്. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കെജ്രിവാളിനെ അകത്തിട്ടത് കൊണ്ട് ആപ്പിനെ അങ്ങ് അവസാനിപ്പിക്കാം, കെജ്രിവാൾ ഇതോടെ തീർന്നു എന്ന് കരുതിയത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ രാഷ്ട്രീയ മണ്ടത്തരം. കെജ്രിവാൾ അറസ്റ്റിലായതോടുകൂടി ആപ്പ് ഭയങ്കരമായി ശക്തി പ്രാപിക്കുകയാണ്. വീറോടെ കെജ്രിവാൾ എന്ന നേതാവിനെ അകത്തിട്ടതിൽ അവര് തെരുവിലിറങ്ങുന്നു. ആപ്പ് എപ്പോഴും സമരങ്ങളിലൂടെ വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിനുള്ള സമരമാണ് പിന്നെ നമ്മൾ ഡൽഹിയിൽ കണ്ടത്. അതിനൊപ്പം ആപ്പ് ശക്തിപ്പെടുന്നതിനൊപ്പം പ്രതിപക്ഷവും അതിനൊപ്പം ശക്തിപ്പെടുന്ന ഒരു കാഴ്ച. ആപ്പിൽ നിന്ന് കൂടുതൽ നേതാക്കൾ പുറത്തേക്ക്, ദേശീയ നേതാക്കൾ എന്നുള്ള പരിവേഷത്തോടെ പുറത്തേക്ക് വരുന്നു. സുനിത കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിന്റെ നാവായി നിന്ന് സംസാരിക്കുന്നു. ഇനി ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ ഒഴിയുമെന്നാണ് BJP വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. ഞാനിതാ ജയിലിൽ കിടന്ന് ഭരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയും ഒരു റെക്കോർഡ് ഇടുന്നു, അവിടെ കിടന്ന് ഫയലിൽ ഒപ്പിടുന്നു എന്ന് വേണ്ട. ആകെ ജഗപുക, ആകെ പ്രതിപക്ഷത്തെ ആകെ ഒന്ന് ഊർജ്ജസ്വലമാക്കി, ഒന്ന് കരുത്തോടെ മോദിക്കെതിരെ BJPക്കെതിരെ അണിനിരത്തുവാൻ ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ കെജ്രിവാളിന്റെ സ്ഥാനം വളരെ വളരെ മുകളിലേക്ക് സെറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പൊ നിർണായകമാണ് 30 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ പല ഘട്ടങ്ങളിലും പറയുകയുണ്ടായി. അതായത് ഡൽഹിയിൽ 7 സീറ്റ്, ഹരിയാനയിൽ 10 സീറ്റ്. അവിടെ 2 പിടിച്ചത് ഡൽഹിയിൽ BJP ആണ്, 10-10 ഹരിയാന
ഹരിയാനയിൽ പിടിച്ചത് BJP ആണ്. പക്ഷെ പഞ്ചാബിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 സീറ്റാണ് ആകെയുള്ളത്. അവിടെ 8 സീറ്റാണ് കോൺഗ്രസ് പിടിച്ചത്, 4 സീറ്റാണ് ശിരോമണി അകാലിദളുമായി ചേർന്ന് BJP നേടിയിട്ടുള്ളത്, ഒറ്റ സീറ്റാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 30 സീറ്റുകളിൽ ആകെയുള്ള 30-ൽ 21 സീറ്റിലും 2019 വിജയിച്ചത് BJP ആണ്. ആ വിജയം ഇക്കുറി ആവർത്തിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഡൽഹിയിലും ഹരിയാനയിലും പല സീറ്റുകളിലും BJPക്ക് സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. മാത്രമല്ല ഈ 30-നപ്പുറത്തും പുറത്തു വന്ന കെജ്രിവാളിന്റെ വാക്കുകളും വലിയ തരംഗമുണ്ടാക്കാൻ പോവുകയാണ് ലക്ഷ്മി. അതൊരു മോദി വിരുദ്ധ തരംഗം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ രാജ്യമാകമാനം ഒരു മോദി വിരുദ്ധ വികാരമുണർത്താൻ തടവിൽ നിന്നും പുറത്തു വന്ന ഇടക്കാല ജാമ്യം നേടി പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ. അതെ, ഉറപ്പായിട്ടും ആ ഒരു പാറ്റേൺ ഒരുപക്ഷെ ആവർത്തിക്കപ്പെട്ടേക്കാമായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭയം കാരണം കെജ്രിവാളിനെ ജയിലിൽ അടച്ചതാണ് ശരിക്കും പറഞ്ഞ ലോക്സഭയിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് ഇവർ ശരിക്കും പരവതാനി വിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുവരെ ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചു കാണില്ല. ഡൽഹിയിലെന്ന് ഒരിക്കലും അവരങ്ങനെ ആപ്പിനെ ലോക്സഭയിലേക്ക് അയക്കാം എന്നുള്ളൊരു തീരുമാനം ഒരിക്കലും എടുക്കുവാനൊരു സാധ്യത കുറവായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു സർവേ ഫലങ്ങളും ഒക്കെ വന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു ആം ആദ്മി അനുകൂല തരംഗം, കെജ്രിവാൾ തരംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏതായാലും ആദ്യ പ്രസംഗം തന്നെ BJPയെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ എന്തായിരിക്കും രാജ്യത്തോട് കെജ്രിവാൾ പറയാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും സസൂക്ഷ്മം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ICL Finco, the intelligent choice.